Hi students, welcome back. മക്കളെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് +2 ഫിസിക്സ് NCERT എക്സസൈസ് സൊല്യൂഷൻസ് 4ാമത്തെ ചാപ്റ്ററിലെ 4ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. തൊട്ട് മുമ്പ് NCERT എക്സസൈസ് 4.3 വരെയാണ് ചെയ്തത്. അതിൻ്റെ ലാബ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ എക്സാം കഴിഞ്ഞവർക്ക് അടിപൊളിയാണെന്നാണ് അറിയാൻ പറ്റിയത്. ബാക്കിയുള്ളവർക്ക് എക്സാംസ് ആർ ഗോയിങ് ഓൺ ആണ്. ഓക്കെ, അതിനനുസരിച്ച് പഠിക്കട്ടോ. ഓക്കെ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മെല്ലെ മെല്ലെ ഫ്രീ ആകുമ്പോൾ ചെയ്തു തരാം. ആ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ് മക്കളെ. എ ഹൊറിസോണ്ടൽ ഓവർ ഹെഡ് പവർ ലൈൻ ക്യാരീസ് എ കറണ്ട് ഓഫ് 90 ആംപിയർ in east to west direction. What is the magnitude and direction of the magnetic field due to the current 1.5 meter below the line എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, തൊട്ടുമുമ്പ് ആംബിയർ സർക്യൂട്ട് ലോൻ്റെ ക്വസ്റ്റ്യൻ ഉണ്ടായത്. അതിന് മുമ്പത്തെ 2 ദിവസത്തിന് ബയോഡ് സാവാളാണ്. ബയോഡ് സാവാട്ട് ലോൻ്റെ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരുന്നു. അപ്പോൾ ഈ ഒരു പ്രോബ്ലം അഗെയിൻ ആംബിയർ സർക്യൂട്ട് ലോ റിലേറ്റഡ് ആണ്, കാരണം വയറുമായി ബന്ധപ്പെട്ടല്ലേ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. അപ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ട് ഈ ലെവൽ പ്രോബ്ലംസ് നിർബന്ധമായിട്ട് പഠിച്ചിരിക്കണം. ഫുൾ മാർക്കാണ് നിങ്ങളുടെ എയിമെങ്കിൽ കേട്ടോ. അപ്പോൾ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തുതരാം. എങ്ങനെയാണ് ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ മക്കളെ, അപ്പോൾ നമ്മളിപ്പം ചെയ്യുന്ന പോലെ ക്വസ്റ്റ്യനിൽ തന്ന കാര്യങ്ങൾ എഴുതാം. ക്വസ്റ്റ്യനിൽ തന്നത് നമുക്ക് ഒരു ജസ്റ്റ് പിക്ചറൈസ് ചെയ്താലോ. ഓക്കെ, നമുക്ക് നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ്. തൊട്ട് മുമ്പത്തെ വീഡിയോസ് കാണുന്നത് നിർബന്ധമായിട്ട് കാണണം കേട്ടോ, കാരണം ഇത് ഓരോ പ്രോബ്ലംസും അതിന് മുമ്പത്തെ റിലേറ്റഡ് ആയിട്ട് കോൺസെപ്റ്റുകൾ റിലേഷൻ ഉണ്ട്. ഇത് നോർത്താണ്, ഇത് സൗത്ത് ആണെന്നും ഇത് ഈസ്റ്റ് ആണെന്നും ഇവൻ വെസ്റ്റ് ആണെന്നും നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഓക്കെ, കറണ്ട് എവിടെ നിന്ന് എങ്ങോട്ടേക്ക് ഒഴുകുന്നു എന്നാണ് പറയുന്നത്. ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്ക് ഇങ്ങോട്ടേക്കാണ് കറണ്ടിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത്. എന്നിട്ട് എന്താണ് അവർ ചോദിച്ചിട്ടുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ 1.5 മീറ്റർ സൗത്ത്, അത് നമ്മൾ താഴേക്ക് അല്ലേ, ഈ 1.5 മീറ്റർ സൗത്ത് ഉണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡിൻ്റെ മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനുമാണ് നമ്മൾക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇതിൽ കൂടി ഒഴുകുന്ന കറണ്ടിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടായിരുന്നു. ഐൻ്റെ വാല്യൂ എത്രയാണ് തന്നിരിക്കുന്നത്? 90 ആംപിയർ ആണെന്ന് തന്നിട്ടുണ്ട്. ഐൻ്റെ വാല്യൂ എത്രയാണ്? 90 ആംപിയർ. നമ്മൾ അല്ലെ എത്ര ദൂരം അകലെയാണ് നമുക്ക് മാഗ്നറ്റിക് ഫീൽഡ് കണ്ടുപിടിക്കേണ്ടത്? 1.5 മീറ്റർ സൗത്തിലേക്കാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കയ്യിലുള്ള മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്താണ്? ഒരു ഈ മാഗ്നറ്റിക് ഫീൽഡ് ഡ്യൂ ടു ആൻ ഇൻഫിനിറ്റ്ലി ലോങ് സ്ട്രൈറ്റ് വയർ എന്ന് പറഞ്ഞാൽ B = μ0I ഡിവൈഡഡ് ബൈ 2π ഇൻറ്റു ഡിസ്റ്റൻസ് ആണല്ലേ. ഓക്കെ, അപ്പോൾ ഞാൻ മുകളിലത്തെ വാല്യൂസും ജസ്റ്റ് ഒന്ന് മായ്ക്കുന്നുണ്ട്. ഓക്കെ, നമ്മൾ വാല്യൂസ് ഇവിടെ കൊടുത്തു കഴിഞ്ഞാൽ B = μ0ൻ്റെ വാല്യൂ എത്രയാണ്? 4π ഇൻറ്റു 10⁻⁻⁷ ആണ്. 4π ഇൻറ്റു 10⁻⁻⁷ ഉണ്ട്. ഇൻറ്റു ഐൻ്റെ വാല്യൂ എത്രയാണ്? 90 ആണ്. ഡിവൈഡ് ബൈ 2π ഇൻറ്റു 6 1.5 മീറ്റർ ആണ്. 1.5നെ നോർമലി ഡെസിമൽ നമുക്ക് ഒഴിവാക്കി കഴിഞ്ഞാൽ 3/2 എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് നമ്മൾ മാഗ്നിറ്റ്യൂഡ് കിട്ടും. അതിനുശേഷം ഡയറക്ഷൻ നോക്കാം. ഈ 2π 4π കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ആരുണ്ടാവും? ന്യൂമറേറ്ററിൽ ഒരു 2 ഉണ്ടാവും അല്ലേ. ഓക്കെ, പിന്നെ ഈ 3യും 90യും കട്ട് ചെയ്താൽ ഇവിടെ ആരുണ്ടാകും? ഒരു 30 വരും അല്ലേ, ഒരു 30 ഉണ്ടാകും. അപ്പോൾ ഇനി ബാക്കി ആരാണുള്ളത്? 2 ഇൻറ്റു 30 ഉണ്ട്. പിന്നെ ഈ 2 മുകളിലോട്ട് വരും. അപ്പോൾ 2 ഉണ്ട്, പിന്നെ മുകളിൽ ഒരു 30 ഉണ്ട്. പിന്നെ ഈ 2 താഴെയുള്ള ഈ 2/2 ആണ്, മുകളിലോട്ട് വരും. പിന്നെയുള്ള മുകളിൽ ഒരു പവർ ബാക്കിയുണ്ട് 10⁻⁻⁷. ഇത്രയേ ഉള്ളൂ. അപ്പോൾ 2 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 4 ആണ്. 4 ഇൻറ്റു 30 എന്ന് പറഞ്ഞാൽ 120. 120 ഇൻറ്റു 10⁻⁷ അല്ലെങ്കിൽ 1.2 അല്ലെ, 1 ഡിജിറ്റ് ആക്കാം. നമ്മൾ സ്റ്റാൻഡേർഡൈസ് ആണ്, ഒരു ഡിജിറ്റിലേക്ക് ആക്കി കഴിഞ്ഞാൽ 1.2 ഇൻറ്റു എന്ന് പറയുമ്പോൾ 10⁻⁵ ടെസ്ല യൂണിറ്റ് മറന്നു പോകരുത്. ഇതാണ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ക്വസ്റ്റ്യൻ കഴിഞ്ഞിട്ടില്ല. മാഗ്നിറ്റ്യൂഡ് മാത്രമല്ല, എന്തുകൂടി കണ്ടുപിടിക്കണം? ഡയറക്ഷൻ. അതാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഓക്കെ, കറണ്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഈസ്റ്റിൽ നിന്ന് വെസ്റ്റിലേക്കാണ് കറണ്ട് ഒഴുകുന്നത്. അങ്ങനെയാണെങ്കിൽ സൗത്തിൽ 1.5 മീറ്റർ ഡൗൺ വരെ സൗത്തിലുണ്ടാകുന്ന മാഗ്നറ്റിക് ഫീൽഡാണ് കണ്ടുപിടിക്കേണ്ടത്. ഏത് സൗത്ത് എന്നല്ല, എങ്ങോട്ടേക്കാണെന്ന് പറയുന്നുണ്ട്? ബിലോ ദ ലൈൻ അല്ലേ, ഈ ലൈൻ്റെ താഴെ 1.5 മീറ്റർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കുന്നത് ഏതാ റൂള്? റൈറ്റ് ഹാൻഡ് പാം റൂൾ അല്ലെങ്കിൽ റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ എന്ന് പറയുന്ന ആ റൂൾ ഉപയോഗിച്ചാൽ മതി. ഓക്കെ, എനിക്കത് കാണിച്ചു തരാൻ പറ്റില്ല. ഇങ്ങോട്ടേക്ക് ഞാൻ തമ്പ്, റൈറ്റ് ഹാൻഡിലെ തമ്പ് ഇങ്ങോട്ടേക്ക് പിടിച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു റൈറ്റ് ഹാൻഡ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പിടിച്ച് നോക്കട്ടോ, റൈറ്റ് ഹാൻഡ് തമ്പ്. ഓക്കെ, അങ്ങനെ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് കറണ്ടിൻ്റെ ഡയറക്ഷൻ റൈറ്റ് ഹാൻഡ് തമ്പ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ പാം, ഓക്കെ, നിങ്ങളുടെ പാം എന്ന് പറയുന്ന ആ ഒരു ഉൾഭാഗം, കൈൻ്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കാണ് ഉണ്ടാവുക. അതായത് ടുവേർഡ്സ് ദ സൗത്ത് ആണ്. ഈ പ്ലെയിനുമായിട്ട് നോക്കുമ്പോൾ ഞാൻ ലാസ്റ്റ് വീഡിയോയിലൊക്കെ പറഞ്ഞാൽ വെർട്ടിക്കലി അപ്പ് വേർഡാണ് ഉണ്ടാവുക. ടുവേർഡ്സ് യു, ആ പാമ്പ് നോക്കിയാൽ മനസ്സിലാവും. ആ ഉൾഭാഗം നിങ്ങളുടെ നേരെയാണ് ഉണ്ടാവുക, നിങ്ങളുടെ നെഞ്ചത്തേക്കാണ് ഉണ്ടാവുക. ഓക്കെ, ആ രീതിയിൽ ചിന്തിച്ചാൽ മതി. അതായത് സൗത്ത് അല്ലെങ്കിൽ വെർട്ടിക്കലി ആ പ്ലെയിനുമായിട്ട് നോക്കുമ്പോൾ വെർട്ടിക്കലി അപ്പ് വേർഡ് എന്നാണ് പറയേണ്ടത്. ഓക്കെ, നോർമലി പറയാൻ ടുവേർഡ്സ് സൗത്ത് എന്ന് മതി, അല്ലെങ്കിൽ വെർട്ടിക്കലി അപ്പ് വേർഡാണ് ഡയറക്ഷൻ വരിക. ഓക്കെ, അത് എനിക്ക് കാണിച്ചു തരാൻ പറ്റാത്തതുകൊണ്ടാണ് മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് സെഷനിൽ നമുക്ക് അടുത്ത എക്സസൈസ് 4.5 ആയിട്ട് കണ്ടുപിടിക്കുക. ഓക്കെ, നിങ്ങൾ ഫ്രണ്ട്സിലേക്ക് ഒന്ന് എത്തിക്കണം കേട്ടോ. നെക്സ്റ്റ് സെഷനിൽ ആ വീഡിയോ കാണാം കേട്ടോ. ഓക്കെ, താങ്ക് യു.